ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എൻ്റെ പേര് അരവിന്ദാണ്. ഞാനായിരിക്കും ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് GSTയുടെ പ്രാക്ടിക്കൽ ഏരിയാസ് ക്ലാസ്സസ് എടുക്കുന്നത്. സോ നമുക്ക് ഇവിടെ പഠിക്കേണ്ടത് GST ആണ്. GSTയുടെ പ്രാക്ടിക്കൽ ഏരിയാസ് ആണ് പ്രധാനമായിട്ടും നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിന് GST ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രാക്ടിക്കൽ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ടോ അതെല്ലാം എങ്ങനെ സ്വന്തമായി ചെയ്യാമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. ക്ലാസ് പഠിച്ച ശേഷം നിങ്ങൾ സ്വന്തമായി ചെയ്തിരിക്കും. അതിനുവേണ്ട എല്ലാവിധ വർക്ക് സപ്പോർട്ടും ഞാൻ പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ? യെസ്. നിങ്ങൾ എന്നാണോ സെൽഫായിട്ട് നിങ്ങൾക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട, എൻ്റെ പോലും സപ്പോർട്ട് വേണ്ട എന്ന് അങ്ങനെ ചെയ്യും, അന്ന് വരെ പേഴ്സൺ ടു പേഴ്സൺ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ഞാൻ ചെയ്യും. ഓക്കെ. സോ പ്രാക്ടിക്കൽ ഏരിയാസ് ഞാൻ എന്ത് ചെയ്യും, നിങ്ങളെ പഠിപ്പിക്കും. അതിനുവേണ്ടി നമുക്കിവിടെ 10 days ആണ് ക്ലാസ് വരുന്നത്. ഡെയിലി നമുക്ക് ക്ലാസ് 1 മണിക്കൂറാ ക്ലാസ് വരുന്നത്. ക്ലാസിന്റെ ടൈം ഈ സെയിം ടൈം ആയിരിക്കും, 9 PM ടു 10 PM. ക്ലിയർ? ഓക്കെ. ഇവിടെ ഞാൻ പറഞ്ഞു പ്രാക്ടിക്കലാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നോക്കാം. നമ്മൾ ഈ പ്രാക്ടിക്കൽ കാര്യങ്ങൾ കംപ്ലീറ്റ് പഠിപ്പിക്കുന്നത് GSTയുടെ ഗവൺമെന്റ് സൈറ്റ് ഉണ്ട് കേട്ടോ. ഗവൺമെന്റ് വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് കയറിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പഠിപ്പിക്കുന്നത്. ആ ഗവൺമെന്റ് സൈറ്റ് ഞാൻ കാണിച്ചു തരാം, ലാസ്റ്റ് കാണിച്ചു തരാം. ആ സൈറ്റിൽ കയറുന്നത് ഒരു ഓൺലൈൻ അഡ്രസ് ഉണ്ട്, ഒരു വെബ്സൈറ്റ് ആണല്ലോ. അതായത് www.gst.gov.in. ഇതാണ് ഗവൺമെന്റ് അഡ്രസ് കേട്ടോ. ഇത് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നും അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഇതിന്റെ അവസാനം കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ ഈ ഒരു ഗവൺമെന്റ് പ്ലാറ്റ്ഫോമിൽ കയറിയാണ് പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് രജിസ്ട്രേഷൻ, റിട്ടേൺ ഫയലിംഗ്, ടാക്സ് പേയ്മെന്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഇതിനകത്ത് കയറിയാണ് പഠിക്കുന്നത്. ക്ലിയർ? അപ്പോ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ആദ്യമായിട്ട് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്ന കാര്യം GST രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഈ ഗവൺമെന്റ് പ്ലാറ്റ്ഫോമിൽ കയറി രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കാം, അതായിരിക്കും ആദ്യം പഠിപ്പിക്കുന്നത്. രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന ഒരു ഓൺലൈൻ ഫോം ഉണ്ട്. ഈ ഓൺലൈൻ സൈറ്റിനകത്ത് കയറുമ്പോൾ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ഫോം കാണാൻ സാധിക്കും. എവിടെ? ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ ആ ഫോമിന്റെ പേരാണ് REG 01. രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോമിന്റെ പേരാണ് REG 01. ഈ ഫോം എവിടെയുണ്ട്? ഗവൺമെന്റ് സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. ക്ലിയർ അല്ലേ? ഈ ഫോമിനകത്ത് കയറുമ്പോൾ അതിനകത്ത് 2 പാർട്ട് കാണും, പാർട്ട് A ആൻഡ് പാർട്ട് B. ആ 2 പാർട്ടും ഫില്ല് ചെയ്ത് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുക. അത്ര മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ പാർട്ട് എക്കകത്ത് എന്താണ് ഫില്ല് ചെയ്യുക, പാർട്ട് ബിക്കകത്ത് എന്താണ് ഫില്ല് ചെയ്യുക, അത് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, അതിന് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് വേണ്ടി വരിക, ഏതെല്ലാം ടൈപ്പ് സ്ഥാപനങ്ങളാണെങ്കിലും, പ്രൊപ്രൈറ്റർഷിപ്പ് ആയിക്കോട്ടെ, പാർട്ട്ണർഷിപ്പ് ആയിക്കോട്ടെ, കമ്പനിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥാപനമായിക്കോട്ടെ, ഏത് ടൈപ്പ് സ്ഥാപനമാണെങ്കിലും രജിസ്ട്രേഷൻ ഇങ്ങനെ ഓൺലൈൻ സൈറ്റിൽ കയറി എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിക്കും. നിങ്ങൾ സ്വന്തമായി ചെയ്യാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. കാരണം ഈ ഗവൺമെന്റ് സൈറ്റ് ഉണ്ടല്ലോ, ഈ ഗവൺമെന്റ് സൈറ്റിനകത്ത് കയറി പഠിപ്പിക്കാൻ സാധിക്കും എനിക്ക്. പക്ഷെ നിങ്ങൾക്ക് ഈ ഗവൺമെന്റ് സൈറ്റിനകത്ത് കയറിയിട്ട് ഈ ചെയ്ത് പഠിക്കാൻ പരിമിതിയുണ്ട്, ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡെമോ സൈറ്റ് പ്രൊവൈഡ് ചെയ്യും. ഗവൺമെന്റ് സൈറ്റ് എങ്ങനെയാണോ വരുന്നത് അതേപോലെ തയ്യാറാക്കപ്പെട്ട ഒരു ഡെമോ വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് അതിനകത്ത് കയറി എന്ത് ചെയ്യാം, ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതായത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഞാൻ പഠിപ്പിച്ച ശേഷം നിങ്ങൾക്ക് ആ ID പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് അതിനകത്ത് കയറി എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം.
ക്ലിയർ അല്ലേ? യെസ്. അത് എത്ര വട്ടം പ്രാക്ടീസ് ചെയ്യാം? നിങ്ങൾക്ക് എത്ര വട്ടം ചെയ്താലാണോ കംപ്ലീറ്റ് ഓക്കെ ആവുന്നേ അത്ര വട്ടം ചെയ്തോ. മാക്സിമം നിങ്ങൾ ചെയ്യാം. അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഒരു പരിമിതിയും ഉണ്ടാവത്തില്ല. എത്ര നാളും ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. ഇനി അപ്പോ രജിസ്ട്രേഷൻ പറഞ്ഞു. രജിസ്ട്രേഷൻ പഠിപ്പിച്ച ശേഷം അടുത്ത് ഞാൻ പഠിപ്പിക്കുന്ന കാര്യം, ഒരു ബിസിനസ് സ്ഥാപനം, ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ് ഇപ്പൊ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ ചിലപ്പോൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. ആരുമായിക്കോട്ടെ, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിന് GST രജിസ്ട്രേഷൻ ഉണ്ട് എങ്കിൽ, GSTയില് രജിസ്റ്റേർഡ് ആണ് നിങ്ങളുടെ സ്ഥാപനമെങ്കിൽ, അതായത് നിങ്ങൾക്കൊരു GST നമ്പറൊക്കെ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ. ഓക്കെ, 32 സ്റ്റാർട്ട് ചെയ്യുന്ന, 32 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു GST നമ്പറൊക്കെ നമ്മുടെ സ്ഥാപനത്തിനുണ്ടാകും. അങ്ങനെ രജിസ്റ്റേർഡ് സ്ഥാപനമാണ് നമ്മുടേതെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും എല്ലാ മാസവും മന്ത്ലി നിങ്ങൾ GST റിട്ടേൺസ് ഫയലിംഗ് ചെയ്യണം. നിർബന്ധമാണ്, അതിലൊരു മാറ്റവുമില്ല. ക്ലിയർ അല്ലേ? രജിസ്റ്റേർഡ് സ്ഥാപനമാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ മാസവും GST റിട്ടേൺ ഫയലിംഗ് ചെയ്യണം. ഓക്കെ. എന്താണ് റിട്ടേൺ ഫയലിംഗ് എന്ന് അറിയാത്തവരുണ്ടാകും ചിലപ്പോൾ. റിട്ടേൺ ഫയലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, നമ്മുടെ സ്ഥാപനത്തിൽ മന്ത്ലി നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് GST അതോറിറ്റിയെ അറിയിക്കണം. അതായത് ഈ മാസം, ഇതിപ്പോ ഏത് മാസം, ആ, മെയ് മാസം കംപ്ലീറ്റ് ആയി. ഇന്ന് ജൂൺ 2-ാം തീയതിയാണ്. മെയ് മാസം കംപ്ലീറ്റ് ആയല്ലോ. അപ്പോൾ മെയ് മാസം നമ്മുടെ സ്ഥാപനത്തിൽ എത്ര സെയിൽ നടന്നു, എത്ര പർച്ചേസ് നടന്നു, സെയിൽ നടത്തിയപ്പോ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് എത്ര GST കളക്ട് ചെയ്തു, പർച്ചേസ് നടത്തിയപ്പോ സപ്ലർക്ക് എത്ര GST കൊടുത്തു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നമ്മൾ GST അതോറിറ്റിയെ അറിയിക്കണം. അത് അറിയിക്കുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിട്ടേൺ ഫയലിംഗ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഈ റിട്ടേൺ ഫയലിംഗ് ചെയ്യേണ്ടത് എവിടെയാണ്? നമ്മൾ ഈ കാര്യങ്ങൾ അതോറിറ്റി അറിയിക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ ഓഫീസിൽ നേരിട്ട് പോവേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. നമുക്ക് ഈ ഗവൺമെന്റ് സൈറ്റ് ഇല്ലേ, അതിനകത്ത് കയറി അതിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്? കാര്യങ്ങളൊക്കെ അതോറിറ്റി അറിയിക്കേണ്ടത്. അപ്പോൾ ഈ ഗവൺമെന്റ് സൈറ്റിനകത്ത് കയറുമ്പോൾ നമുക്ക് അവിടെ ഒരു റിട്ടേൺ ഫോം എന്ന് വിളിക്കും അതിനെ. ഒരു 2 റിട്ടേൺ കാണാൻ സാധിക്കും. ഈ റിട്ടേൺ മീൻസ് ഓൺലൈൻ സൈറ്റിനകത്ത് ഡാറ്റ ഫില്ല് ചെയ്യാൻ വേണ്ടി അവൈലബിൾ ആക്കിയ ഓൺലൈൻ ഫോമാണ്. അത് കാണാൻ സാധിക്കും. ആ 2 റിട്ടേൺ ഫോമിനകത്തും യഥാക്രമത്തിൽ 2 വ്യത്യസ്തമായ കാര്യങ്ങൾ ഡാറ്റ എൻറ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് 2 റിട്ടേൺ ഉണ്ട്. ആ 2 റിട്ടേണിനും 2 പേര് വിളിക്കും. അതാണ് GST റിട്ടേൺ, GSTR1 GSTR3B. ഇത് 2 പേരാണ്. ഗവൺമെന്റ് സൈറ്റിനകത്ത് അവൈലബിൾ ആയ 2 റിട്ടേണിന്റെ പേരാണ് GSTR1 GSTR3B. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയും, GSTR1 ഫയൽ ചെയ്യുക, GSTR3B ഫയൽ ചെയ്യുക എന്നാ പറയുന്നത്. ഇപ്പൊ GSTR1 ഫയലിംഗ് ചെയ്യുന്നതിലൂടെ എന്തോ ഒരു കാര്യം നമ്മൾ അതോറിറ്റിയെ അറിയിക്കുന്നു. GSTR3B നമ്മൾ ഫയലിംഗ് ചെയ്യുന്നതിലൂടെ മറ്റെന്തോ ഒരു കാര്യം നമ്മൾ അതോറിറ്റിയെ അറിയിക്കുന്നു. അങ്ങനെ വേണം മനസ്സിലാക്കിയെടുക്കാൻ. ക്ലിയർ അല്ലേ? യെസ്. നോക്കാം. GSTR1 ആവശ്യം എന്താണ്? GSTR1 ആവശ്യം നമ്മുടെ സ്ഥാപനത്തിൽ ആ ഒരു മാസം എത്ര സെയിൽ നടന്നു, സെയിൽസ് ഡീറ്റെയിൽസ് മാത്രം അതോറിറ്റിയെ അറിയിക്കാൻ വേണ്ടി അനുവദിക്കപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് സെയിൽസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് GSTR1. ക്ലിയർ അല്ലേ? നിങ്ങളോട് ഒരാൾ ചോദിക്കുന്നു, നിങ്ങൾ കഴിഞ്ഞ മാസത്തെ GSTR1 ഫയൽ ചെയ്തോ ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ മാസം നിങ്ങളുടെ സ്ഥാപനത്തിൽ നടന്ന സെയിൽസ് ഡീറ്റെയിൽസ് അതോറിറ്റിയെ അറിയിച്ചോ എന്നാ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ?
GSTR 1 എന്നാ ചെയ്യേണ്ടത്? അതായത് ഡ്യൂ ഡേറ്റ് നെക്സ്റ്റ് മന്ത് 11th ആണ്. എന്ന് പറഞ്ഞാൽ ഇതിപ്പോ മെയ് മാസം കംപ്ലീറ്റ് ആയല്ലോ. മെയ് മാസത്തെ GSTR 1 ചെയ്യേണ്ടത് നെക്സ്റ്റ് മന്തായ ഈ മാസം ജൂൺ മാസം 11ാം തീയതിക്കുള്ളിൽ. 11ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണ്. ജൂൺ 1ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാം. 11 ദിവസം സമയമുണ്ട്. അതിനുള്ളിൽ GSTR 1 ഫയൽ ചെയ്യണം. എന്ന് പറഞ്ഞാൽ മെയ് മാസം 1ാം തീയതി മുതൽ മെയ് മാസം 31ാം തീയതി വരെ നമ്മുടെ സ്ഥാപനത്തിൽ നടന്ന സെയിൽസ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് GSTR 1 എന്ന ഫോമിൽ ഡാറ്റ എൻറ്റർ ചെയ്ത് ജൂൺ മാസം 1ാം തീയതി മുതൽ ജൂൺ മാസം 11ാം തീയതിക്കുള്ളിൽ എന്ത് ചെയ്യുക? ഫയൽ ചെയ്യുക. ഫയൽ ചെയ്യുക മീൻസ് സബ്മിറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? യെസ്. ഒന്നുമില്ല, ഗവൺമെന്റ് സൈറ്റ് അറിയാലോ, www.gst.gov.in. ആ സൈറ്റിനകത്ത് കയറുമ്പോ ഈ രണ്ട് ഫോം കാണാൻ പറ്റും. GSTR 1 GSTR 3 GSTR 1 ആവശ്യം സെയിൽസ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഡാറ്റ എൻറ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് മീൻസ് ഫയൽ ചെയ്യുക. ഡ്യൂ ഡേറ്റ് നെക്സ്റ്റ് മന്ത് 11ാം തീയതി. ഈ ഫോമിനകത്ത് ഈ GSTR 1 ജസ്റ്റ് സെയിൽ കാണിക്കുക എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അതൊരു ഡീറ്റെയിൽഡ് ഫോമാണ്. സെയിൽസ് പല വ്യത്യസ്തമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യും. അതിനകത്ത് പല ടൈപ്പ് സെയിൽസ് ആണ് അതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ടോട്ടൽ 23 ടേബിൾസ് വരുന്നുണ്ട്. 23 ടേബിൾ വരുന്ന ഒരു ഡീറ്റെയിൽഡ് ഒരു വലിയൊരു ഫോമാണ് ഏത്? GSTR 1. നമ്മൾ എന്ത് ചെയ്യും? 23 ടേബിളും 1 ബൈ 1 ഞാൻ പഠിപ്പിക്കും. വേറൊന്നുമല്ല, B2B എന്ന് പറയും, B2C സെയിൽ എന്ന് പറയും, എക്സ്പോർട്ട്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, അതുപോലെ HSN കോഡ്, ഡോക്യുമെന്റ് ഇഷ്യൂഡ്, ഇ കൊമേഴ്സിലൂടെയുള്ള സെയിലിന് അഡ്വാൻസ് കിട്ടിയ കേസ്, അതുപോലെ അങ്ങനെ 23 ടേബിൾ വരുന്നുണ്ട്. അത് എല്ലാം കംപ്ലീറ്റ് 1 ബൈ 1 വിത്ത് എക്സാമ്പിൾ കോൺസെപ്റ്റ് മനസ്സിലാവുന്ന രീതിയിൽ ഇതുപോലെ എക്സൽ എഴുതി പഠിപ്പിക്കും. അങ്ങനെ 23 ടേബിളും GSTR 1 വരുന്നത് മൊത്തം നിങ്ങൾ പഠിച്ച ശേഷം മാത്രമേ ഗവൺമെന്റ് സൈറ്റിൽ കയറി GSTR 1 എങ്ങനെ ഡാറ്റ എൻട്രി നടത്താം, എങ്ങനെ അത് ഫയൽ ചെയ്യാം, അത് എങ്ങനെ ഓൺലൈൻ ഫയൽ ചെയ്യാം, അത് എങ്ങനെ ഓഫ്ലൈൻ ഫയൽ ചെയ്യാം, ഇതെല്ലാം പഠിപ്പിക്കത്തുള്ളൂ. ക്ലിയർ അല്ലേ? ഈ 23 ടേബിൾ പഠിക്കാതെ ഡയറക്റ്റ് ഒരു ധാരണയില്ല. സെയിൽസ് കാണിക്കേണ്ടതാണ്. 23 ടേബിൾ ഒന്നും പഠിച്ചിട്ടില്ല, അങ്ങനെ കയറി അവിടെ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൺഫ്യൂഷൻ ആകും. പക്ഷേ ഈ കംപ്ലീറ്റ് ടേബിളും പഠിച്ചിട്ട് പോയാൽ പിന്നെ കൺഫ്യൂഷൻ വരത്തില്ല. അത് ഗ്യാരണ്ടിയാണ്. കാരണം അവിടെ പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഫോമിൽ കാണുന്ന ഒരു കോളവും ഒരു സെന്റൻസും നമുക്ക് എന്താവൂല, കൺഫ്യൂഷൻ വരില്ല. കംപ്ലീറ്റ് നമുക്ക് അറിയാമായിരിക്കും ആ ലോജിക്ക് കേട്ടോ. ഓക്കെ. ഇനി GSTR 3 ആവശ്യം എന്താണ്? ആ ഒരു മാസം നമ്മുടെ സ്ഥാപനത്തിൽ എത്ര GST ആണ് നമുക്ക് ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് ചെയ്യേണ്ടത്? സിമ്പിളായി പറഞ്ഞാൽ ടാക്സ് അടയ്ക്കാൻ വേണ്ടി മാത്രം, ടാക്സ് ഗവൺമെന്റിലേക്ക് മന്ത്ലി പേയ്മെന്റ് ചെയ്യണ്ടേ? അത് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി മാത്രം അനുവദിക്കപ്പെട്ട ഒരു മന്ത്ലി റിട്ടേൺ ഫോമാണ് ഏത്? GSTR 3. 3B കൊണ്ട് മറ്റൊരു ആവശ്യവുമില്ല. ടാക്സ് അടയ്ക്കുക മാത്രമാണ് 3Bന്റെ ആവശ്യം. ക്ലിയർ ആണോ? എന്നാ ഡ്യൂ ഡേറ്റ് നെക്സ്റ്റ് മന്ത് 20th ആണ് ഡ്യൂ ഡേറ്റ് വരുന്നത്. എന്ന് പറഞ്ഞാൽ മെയ് മാസത്തെ ടാക്സ് അടയ്ക്കേണ്ടത് 3B എന്ന ഫോമിലൂടെ ജൂൺ മാസം 20ാം തീയതിക്കുള്ളിൽ. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. 3B ടാക്സ് അടയ്ക്കുക മാത്രമായതുകൊണ്ട് തന്നെ GSTR 1 പോലെ ഡീറ്റെയിൽഡ് ഫോം ഒന്നുമല്ല 3B ഒരു സമ്മറി ഫോമാണ്. അതുകൊണ്ട് തന്നെ 3Bക്ക് അകത്ത് ജസ്റ്റ് 6 ടേബിൾ മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ പഠിക്കും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇതൊക്കെ എവിടെ പോയാ പഠിക്കുന്നേ? GSTയുടെ ഗവൺമെന്റ് സൈറ്റിൽ പോയിട്ടാ പഠിക്കുന്നേ. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. രജിസ്ട്രേഷൻ പഠിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ 2 പാർട്ട്, പാർട്ട് എ, പാർട്ട് ബി. രജിസ്ട്രേഷൻ ഫോമിന്റെ പേര് REG 01. ഓക്കെ. ദെൻ GSTR 1 GSTR 3 രണ്ട് റിട്ടേൺസ് ഉണ്ട്. അത് രണ്ടും മന്ത്ലി ഫയലിംഗ് ചെയ്യേണ്ടതാണ്. നമ്മൾ പഠിക്കും. ഓക്കെ. GSTR 1 ആവശ്യം സെയിൽസ് കാണിക്കുക. ഡ്യൂ ഡേറ്റ് നെക്സ്റ്റ് മന്ത് 11th ആണ്. ടോട്ടൽ 23 ടേബിൾസ് ഉണ്ട്. GSTR 3 ടാക്സ് അടയ്ക്കാൻ വേണ്ടി മാത്രമാണ് അനുവദിക്കപ്പെട്ടത്. 3Bന്റെ ഡ്യൂ ഡേറ്റ് നെക്സ്റ്റ് മന്ത് 20th ആണ്. അതിനകത്ത് 6 ടേബിൾ വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഈ
GSTR 1 GSTR 3 മന്ത്ലി ചെയ്യാൻ സമയത്ത് ഒരു മൂന്ന് പ്രാക്ടിക്കൽ ഫോമിന്റെ സപ്പോർട്ട് വേണം. ക്ലിയർ അല്ലേ? ഒരു 3 ഫോം ഉണ്ട്. ആ 3 ഫോമിന്റെ സഹായം എന്തായാലും വേണം. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് 1 ഉം 3 മന്ത്ലി ഫയൽ ചെയ്യാൻ പറ്റൂ. അങ്ങനെ അത്യാവശ്യ സപ്പോർട്ട് വേണ്ടി വരുന്ന 3 ഫോം ഉണ്ട്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പേര് പറയാം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. ഒന്ന് GSTR 1A, 2 GSTR 2A, 3 GSTR 2B. ക്ലിയർ അല്ലേ? GSTR 2B. ഓക്കെ, ഇത് 3 ഫോമും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 ഫോമിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമുക്ക് എല്ലാ മാസവും ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, നമ്മൾ പഠിക്കൂ അത്. അടുത്ത് പഠിക്കേണ്ടത്, അതിനു മുമ്പ് എല്ലാവർക്കും ക്ലിയർ ആണോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടോ? നെറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ പറയുന്ന കാര്യം ക്ലിയർ അല്ലായ്മയുണ്ടോ? ഒന്ന് ചാറ്റ് ചെയ്യാമോ അല്ലെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ ആണോ? ഇല്ല, ഓക്കെയാണ്. ഓക്കെ ആണല്ലേ, ശരി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. സ്പീഡ് കൂടുതലാണെന്നോ? ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ജസ്റ്റ് ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ് ഇപ്പൊ ചെയ്യുന്നേ. ഓക്കെ, ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ സ്ലോയിൽ എടുക്കുന്നേ, ഇപ്പൊ ജസ്റ്റ് സ്പീഡിൽ പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ശരി, കണ്ടിന്യൂ ചെയ്യാം. അടുത്ത് പഠിക്കേണ്ടത്, അപ്പൊ നമ്മള് 1 ഉം 3B ആണ് മന്ത്ലി ചെയ്യുന്നത്. അങ്ങനെ ഒരു വർഷം, 12 മാസം, ഒരു വർഷം കംപ്ലീറ്റ് ആകുന്നു. നമ്മൾ എന്ത് ചെയ്യണം? ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കൊരു വാർഷിക റിട്ടേൺ ഫയൽ ചെയ്യണം. വാർഷിക റിട്ടേൺ, അതായത് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ക്ലിയർ? ആ ആനുവൽ റിട്ടേൺ ഫോമിന് ഒരു പേരുണ്ട്, അതാണ് GSTR 9. ക്ലിയർ അല്ലേ? GSTR 9 ഫയൽ ചെയ്യണം. അത് വർഷ അവസാനമാണ് ഫയൽ ചെയ്യേണ്ടത്. എന്താണ് GSTR 9 ചോദിച്ചാൽ അതൊരു സമ്മറിയാണ്. എന്തിന്റെ സമ്മറിയാണ്? സമ്മറി ഓഫ് 12 മന്ത്, 12 മാസം. 12 മാസം നമ്മൾ ചെയ്ത GSTR 1ന്റെയും GSTR 3Bന്റെയും ഒരു സമ്മറിയാണ്. നമ്മൾ മന്ത്ലി 1ഉം 3ഉം ചെയ്യുമല്ലോ. അങ്ങനെ 12 മാസവും നമ്മൾ 1ഉം 3ഉം ചെയ്യുമല്ലോ. ആ 12 മാസം ചെയ്തതിന്റെ ടോട്ടൽ സമ്മറിയാണ് GSTR 9. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ 12 മാസത്തിൽ ഏതെങ്കിലും റിട്ടേൺ ഫോമിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 9 ചെയ്യുമ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റും. അതൊക്കെ പഠിക്കും. ഇനി ഈ GSTR 9 വർഷ അവസാനം ചെയ്യേണ്ടത് എല്ലാവർക്കും, 1ഉം 3ഉം മന്ത്ലി ചെയ്യുന്ന എല്ലാവർക്കും നിർബന്ധമായിട്ടും വർഷാവസാനം GSTR 9 ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. GSTR 9 ആർക്കാണ് നിർബന്ധം? വാർഷിക വിറ്റുവരവ്, നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു വർഷത്തെ ടേൺ ഓവർ, അതായത് ആനുവൽ ടേൺ ഓവർ എബോ 2 CR, 2 കോടിക്ക് മേലെ വാർഷിക വിറ്റുവരവ് ഉള്ള കമ്പനി, ഉള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ GSTR 9 മാൻഡേറ്ററി ചെയ്യേണ്ടതുള്ളൂ, നിർബന്ധമുള്ളൂ. ക്ലിയർ അല്ലേ? എന്നാൽ ബിലോ 2 CR, 2 കോടിക്ക് ബിലോ ആണ് ടേൺ ഓവർ എങ്കിൽ ചെയ്യണ്ട എന്നല്ല, ഇറ്റ്സ് ഓപ്ഷണൽ ആണ്. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, നിർബന്ധമില്ല. ഓക്കെ അല്ലേ? യെസ്. ഇനി ഈ GSTR 9 എന്നാ ചെയ്യേണ്ടത്? ഡ്യൂ ഡേറ്റ് എന്ന് ചോദിച്ചാൽ അത് 31 ഡിസംബർ ഓഫ് നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ ആണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു ഇയർ കംപ്ലീറ്റ് ആയല്ലോ. ഏതാണ് കംപ്ലീറ്റ് ആയ ഇയർ? 2024-25 എന്ന ഇയർ കംപ്ലീറ്റ് ആയല്ലേ? 2024 ഏപ്രിൽ 1 മുതൽ 2025 മാർച്ച് 31 ആയപ്പോ ആ ഒരു ഇയർ കംപ്ലീറ്റ് ആയി. ശരിയല്ലേ? ആ ഒരു ഇയറിന്റെ GSTR 9 ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് 2025 എന്ന ഈ വർഷം ഡിസംബർ 31 ആണ്. ക്ലിയർ? ഇപ്പൊ നടക്കുന്ന ഇയർ ഏതാണ്? 2025-26 അല്ലേ? ഈ ഇയറിന്റെ GSTR 9 ചെയ്യേണ്ടത് 2026 ഡിസംബർ മാസം 31 ആണ്. ക്ലിയർ അല്ലേ? അതിനുശേഷമായ എന്ത് വരും? ലേറ്റ് ഫീ വരും. ഓക്കെ. ഇനി
ഈ GSTR 9 എന്ന ഫോം ഉണ്ടല്ലോ, അതിനകത്ത് ടോട്ടൽ എത്ര ടേബിൾ ഉണ്ടെന്ന് അറിയോ? 19 ടേബിൾ ഉണ്ട് കേട്ടോ. നമ്മൾ GSTR 1 23 ടേബിൾ ഉള്ളത് പറഞ്ഞില്ലേ? GST 3Bക്ക് 6 ടേബിൾ. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഒരു ഇയർലി ഫയലിംഗ് അല്ലേ GSTR 9, അതിനകത്ത് 19 ടേബിൾ ഉണ്ട്. നമ്മൾ ഈ ഒരു റിട്ടേൺ ഫോം എടുത്താൽ അതിനകത്ത് വരുന്ന എല്ലാ ടേബിളും പഠിച്ച് പഠിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ടുകൾ വരത്തില്ല. അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഉള്ള പ്രത്യേകത, ഒരു റിട്ടേൺ ഫോം ഓപ്പൺ ചെയ്താൽ അതിൽ നിങ്ങൾ കാണുന്ന ഒരു പോയിന്റ് പോലും പറയാതെ സ്കിപ്പ് അടിച്ച് പോവത്തില്ല. കംപ്ലീറ്റ് കാര്യം പറഞ്ഞേ പോവത്തുള്ളൂ. ക്ലിയർ അല്ലേ? കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞേ പോവത്തുള്ളൂ. ഓക്കെ, അപ്പോ ഇത് ക്ലിയർ ആണല്ലോ. GSTR 9 നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ഇനി അടുത്ത് പഠിക്കേണ്ട കാര്യം, ആഫ്റ്റർ ഫയലിംഗ് ഓഫ് GSTR 9, നമ്മൾ GSTR 9 ഫയലിംഗ് നടത്തിയ ശേഷം, ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ 2 കോടിക്ക് മേലെ ആണെങ്കിൽ GSTR 9 ചെയ്യുമല്ലോ. അങ്ങനെ ചെയ്ത ശേഷം നമുക്ക് മറ്റൊരു ഫോം കൂടെ ചെയ്യാനുണ്ട്. അതൊരു റീകൺസിലിയേഷൻ ഫോമാണ്. അതിന്റെ പേരാണ് GSTR 9C. GSTR 9C എന്ന് പറയും. ഈ 9Cന്റെ പ്രത്യേകത വേറൊന്നുമല്ല. അതായത് നമ്മൾ അക്കൗണ്ട്സിൽ അറിയാലോ, ബാങ്ക് റീകൺസിലേഷൻ നടത്തത്തില്ലേ? നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്കിന്റെ ലെഡ്ജർ ബുക്കും ബാങ്ക് സ്റ്റേറ്റ്മെന്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് ചെക്ക് ചെയ്യും അല്ലെ? കമ്പാരിസൺ നടത്തും. അതേമാതിരി നമ്മൾ ഓൾറെഡി ഫയൽ ചെയ്യപ്പെട്ട GSTR 9 ഉണ്ടല്ലോ. എന്താ GSTR 9? 12 മാസം നമ്മൾ ചെയ്ത 1ന്റെയും 3Bന്റെയും സമ്മറി അല്ലെ? അപ്പൊ ആ GSTR 9 നമ്മൾ ഫയൽ ചെയ്തു വർഷാവസാനമായപ്പോ. ആ ഫയൽ ചെയ്ത GSTR 9 ഏതുമായിട്ട് കമ്പയർ ചെയ്യും? ഓഡിറ്റ് ചെയ്യപ്പെട്ട, നമ്മുടെ സ്ഥാപനത്തിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യപ്പെട്ട ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതായത് ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അങ്ങനെയുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായിട്ട് എന്ത് ചെയ്യും? ക്രോസ് ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോ ഓഡിറ്റിംഗ് ഒക്കെ ബാധകമായവർക്ക് ഇത് വരത്തുള്ളൂ. ക്ലിയർ അല്ലേ? സാധാരണ സ്ഥാപനത്തിന് വരത്തില്ല. അപ്പോ ഓഡിറ്റ് ചെയ്യപ്പെട്ട ബുക്സുമായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത GSTR 9 കമ്പയർ ചെയ്യും, ക്രോസ് ചെക്ക് ചെയ്യും. അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുകയാണെങ്കിൽ ആ വ്യത്യാസം വന്ന എമൗണ്ട് നമ്മൾ 9Cയിൽ റിപ്പോർട്ട് ചെയ്യും. വ്യത്യാസം വന്ന എമൗണ്ട് 9Cയിൽ റിപ്പോർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, GSTR 9 നമ്മൾ കാണിച്ച സെയില് 10 ലക്ഷമാണ്. എന്നാൽ ഒരു CA കാരൻ ഓഡിറ്റ് ചെയ്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കിയപ്പോൾ സെയിൽ എമൗണ്ട് 10 ലക്ഷമല്ല, 11 ലക്ഷമാണ്. 1 lakh കൂടുതലുണ്ട്. ക്ലിയർ? അപ്പോ എന്തുകൊണ്ട് ആ 1 lakh ഡിഫറൻസ് വന്നു? ആ 1 lakh ഡിഫറൻസ് 9Cയിൽ കാണിക്കുക. എന്തുകൊണ്ട് ഡിഫറൻസ് വന്നു എന്ന് റീസൺ കാണിക്കുക. ആ 1 lakh ഡിഫറൻസ് വരാൻ കാരണം എന്താണ്? ആ കാരണം കാണിക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു ടൈപ്പ് ഫോമാണ് 9C. ക്ലിയർ അല്ലേ? അങ്ങനെയുള്ള ഒരു ഫോമാണ് 9C. ഒരു 3-3.5 വർഷം മുമ്പ് വരെ, കൃത്യമായി പറഞ്ഞൊരു 3.5 വർഷം, ഒരു 3.5 വർഷം മുമ്പ് വരെ ഈ 9C എന്ന ഫോം ഫയലിംഗ് ചെയ്യാൻ അവകാശം ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, CA ഓർ CMAക്ക് മാത്രമേ അത് റിട്ടേൺ ഫയൽ ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു 3-3.5 വർഷമായിട്ട് അത് സസ്പെൻഡ് ആക്കി മാറ്റി. ഇപ്പോ നമുക്ക് തന്നെ GSTR 1 ഉം 3B ഒക്കെ ഫയൽ ചെയ്യുന്ന പോലെ, GSTR 9 ചെയ്യുന്ന പോലെ നമുക്ക് തന്നെ എന്ത് ചെയ്യാം? നമ്മുടെ സ്ഥാപനത്തിന്റെ GSTR 9C നമുക്ക് തന്നെ ഫയൽ ചെയ്യാം. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഈ GSTR 9Cന്റെയും ഡ്യൂ ഡേറ്റ് സെയിം ആണ് കേട്ടോ. സെയിം ഓഫ് GSTR 9. GSTR 9 ഡ്യൂ എന്ന 31st December ഓഫ് നെക്സ്റ്റ് ഇയർ അല്ലേ? സെയിം ഡ്യൂ ഡേറ്റ് ആണ് 9Cക്ക് വരുന്നത്. ഇനി ഈ GSTR 9Cക്കകത്ത് ടോട്ടൽ 17 ടേബിൾ ഉണ്ട് കേട്ടോ. 17 ടേബിൾസ് 9Cയിൽ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നമ്മൾ എന്തൊക്കെ പറഞ്ഞു? രജിസ്ട്രേഷൻ പഠിക്കും. രജിസ്ട്രേഷനകത്ത് എന്ന ഫോമിന്റെ പേരെന്താ? REG 01 ആണ്. അതിനകത്ത് 2 പാർട്ട് വരുന്നു, പാർട്ട് A, പാർട്ട് B. ക്ലിയർ അല്ലേ? 2 പാർട്ടും ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക.
അത്രേ ഉള്ളൂ. ദെൻ 7 വർക്കിംഗ് ഡേയ്സ് വെയിറ്റ് ചെയ്യുക, അപ്രൂവ് ആവും. ഓക്കെ, ദെൻ പഠിക്കും. പിന്നെ അടുത്ത് രജിസ്റ്റേർഡ് സ്ഥാപനമാണെങ്കിൽ നിർബന്ധമായിട്ടും 2 റിട്ടേൺ മന്ത്ലി ചെയ്യണം. ഏതൊക്കെയാ? GST-R1 GST-R3B. ഈ R1 R3Bന്റെയും ഫയലിംഗിന്റെ ആവശ്യം എന്താ? നമ്മുടെ സ്ഥാപനത്തിൽ നടന്ന 2 വ്യത്യസ്തമായ കാര്യങ്ങൾ അതോറിറ്റിയെ അറിയിക്കാൻ വേണ്ടിയാണ് 2 ഫയലിംഗ് ചെയ്യുന്നത്. GST-R1 എന്താ അറിയിക്കുന്നേ? ആ മാസം എത്ര സെയിൽ നടന്നു, സെയിൽസ് ഡീറ്റെയിൽസ് മാത്രമാണ് വണ്ണിന്റെ ആവശ്യം. എന്നാ വണ്ണിന്റെ ഡ്യൂ ഡേറ്റ് നെക്സ്റ്റ് മന്ത് 11th ആണ്. എത്ര ടേബിൾ ഉണ്ട് GST-R1 23 ടേബിൾ ഉണ്ട്. GST-3B എന്താ ആവശ്യം? ടാക്സ് അടയ്ക്കാൻ വേണ്ടി മാത്രമാണ് 3Bന്റെ ആവശ്യം. എന്നാ ഡ്യൂ ഡേറ്റ് നെക്സ്റ്റ് മന്ത് 20th തീയതി. ക്ലിയർ അല്ലേ? എത്ര ടേബിൾ ഉണ്ട്? 6 ടേബിളേ ഉള്ളൂ. ഇനി 1ഉം 3Bയും ഫയലിംഗ് ചെയ്യാൻ സമയത്ത് ഒരു 3 ഫോമിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരത്തില്ലേ? പേരെന്താ? GST-R1A, GST-R2A, GST-R2B. അതിൽ GST-R1A ഒരു പുതിയ ഫോമാണ് കേട്ടോ. കഴിഞ്ഞ വർഷം നവംബറിലാണ് ആ ഫോം കൊണ്ടുവന്നത്. ഒരു പുതിയ ഫോമാണ്, ഒരു അമെൻമെന്റ് ഫോമാണത്. ഓക്കെ, ദെൻ അടുത്ത് വർഷ അവസാനമാകുമ്പോൾ GST-R9, സമ്മറി ഓഫ് 12 മന്ത് 1 3B അല്ലെ? എന്ന ഡ്യൂ ഡേറ്റ് നെക്സ്റ്റ് ഇയറിന്റെ 31st ഡിസംബർ. എത്ര ടേബിൾ ഉണ്ട്? 19 ടേബിൾ ഉണ്ട് 9 എന്ന ഫോമിനകത്ത്. ഇനി 9 എന്ന ലിമിറ്റ് വരുന്ന 2 കോടി അല്ലെ? GST-9C എന്താ? റീകൺസിലേഷൻ ഫോമാണ്. ഈ 9C ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ട് ഞാൻ, അത് വേറൊന്നുമല്ല. GST-9C ആർക്കാണ് ചെയ്യേണ്ടത്? വാർഷിക വിറ്റുവരവ്, ആനുവൽ ടേൺ ഓവർ എബോ 5 CR ആണ് കേട്ടോ. 5 കോടിക്ക് മേലെ ഉള്ളവർക്ക് മാത്രമാണ് 9C ഫയൽ ചെയ്യേണ്ടത്. 5 കോടി. അപ്പൊ നിങ്ങൾക്കൊരു 6 കോടി ഉണ്ടെങ്കിലോ വർഷാവസാനം 9 ചെയ്യണം, ശേഷം 9C ചെയ്യണം. നിങ്ങൾക്കൊരു 3 കോടി ഉള്ളെങ്കിലോ 9 മാത്രം ചെയ്താൽ മതി, 9C നിർബന്ധമില്ല. ക്ലിയർ അല്ലേ? 1 കോടിയാണെങ്കിലോ 9ഉം വേണ്ട 9Cയും വേണ്ട. ക്ലിയർ അല്ലേ? ആലോചിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത് അടുത്ത് പഠിക്കേണ്ട കാര്യം, GSTയിൽ മറ്റൊരു സ്കീമുണ്ട്, കോമ്പോസിഷൻ സ്കീം എന്ന് പറയും. കോമ്പോസിഷൻ സ്കീം, അതായത് ചില ബിസിനസ് സ്ഥാപനങ്ങൾ രജിസ്ട്രേഷൻ എടുത്തേക്കുന്നത് ഈ കോമ്പോസിഷൻ സ്കീം പ്രകാരമായിരിക്കും. ഇത് ഒരു ഓപ്ഷണലായ സ്കീമാണ്. അതായത് നമ്മുടെ ബിസിനസ് സ്ഥാപനം ആദ്യമായിട്ട് രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ വരും. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ എല്ലാവരും എടുക്കുന്ന പോലെ നോർമൽ ആയിട്ട് GST രജിസ്ട്രേഷൻ എടുക്കാം. ഇനി അത് വേണ്ട എങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷണൽ ആയിട്ട് മുമ്പിൽ നിൽക്കുന്ന സ്കീമാണ് കോമ്പോസിഷൻ സ്കീം. ക്ലിയർ? അപ്പൊ കോമ്പോസിഷൻ സ്കീമിന്റെ പ്രത്യേകതകൾ ആദ്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി എടുക്കണം. CGST ആക്ടിന്റെ സെക്ഷൻ 10 പ്രകാരമാണ് കോമ്പോസിഷൻ സ്കീം പറയുന്നത്. അതിനകത്ത് വരുന്ന പ്രത്യേകത, കണ്ടീഷൻസ്, എല്ലാ ബെനിഫിറ്റ്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം നമുക്ക് ബിസിനസ്സിന് അനുയോജ്യമാണെന്ന് തോന്നിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സ്കീം ഓപ്റ്റ് ചെയ്യാം. അങ്ങനെ അപ്പോ നിങ്ങൾ കോമ്പോസിഷൻ സ്കീം പ്രകാരമാണ് രജിസ്ട്രേഷൻ എടുത്തതെങ്കിൽ ഞാൻ മുകളിൽ പറഞ്ഞ ഒന്നും നിങ്ങൾക്ക് ചെയ്യണ്ട. GST-R1 ചെയ്യണ്ട, 3B ചെയ്യണ്ട, 1A വേണ്ട, 2A വേണ്ട, 2B വേണ്ട. ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ GST-9 ചെയ്യണ്ട, 9C ആവശ്യമില്ല. ക്ലിയർ അല്ലേ? നിങ്ങൾ കോമ്പോസിഷൻ സ്കീം ആണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി മാസം തോറും ഒന്നും ചെയ്യേണ്ട. പകരം നിങ്ങൾക്ക് ക്വാർട്ടേർലി ഓരോ 3 മാസം കൂടുമ്പോ ഒരു ഫയലിംഗ് ഉണ്ട്. ആ ഫോമിന്റെ പേരാണ് CMB-08. എന്തിനു വേണ്ടിയാ? കോമ്പോസിഷൻ സ്കീം പ്രകാരം GST എടുത്തവർക്ക് ടാക്സ് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കപ്പെട്ട ഒരു ചെറിയ ഒരു സമ്മറി ഫോമാണ് ഇത്, CMB-08. അതിനകത്ത് ജസ്റ്റ് എത്ര 4 ടേബിൾ മാത്രമേ വരുന്നുള്ളൂ. ഒരു ചെറിയ ഫോമാണ് കേട്ടോ അത്. ക്ലിയർ അല്ലേ? അത് ക്വാർട്ടേർലി ആണ് ചെയ്യേണ്ടത് കേട്ടോ. ക്വാർട്ടേർലി. ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാല് നെക്സ്റ്റ് മന്ത് 18th ഫ്രം എൻഡ് ഓഫ് ദ ക്വാർട്ടർ. ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞാൽ ഇപ്പോ ഏപ്രിൽ മെയ് ജൂൺ ആണ് ഫസ്റ്റ് ക്വാർട്ടർ അല്ലേ? ഫസ്റ്റ് ക്വാർട്ടർ ഏപ്രിൽ മെയ് ജൂൺ അല്ലേ വരുന്നേ? അപ്പോ ഈ 3 മാസത്തെ കാര്യങ്ങൾ CMB-08 ഫയൽ ചെയ്യേണ്ടത് നെക്സ്റ്റ് മന്ത് ജൂലൈ മാസം 18th വരുന്നത് കേട്ടോ, ഡ്യൂ ഡേറ്റ് വരുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെ
ദെൻ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ചെയ്യുക. അങ്ങനെ 3 മാസം കൂടുമ്പോൾ 4 പ്രാവശ്യം ഒരു വർഷം ചെയ്യേണ്ടി വരും. എന്നിട്ട് ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ ഇവർക്ക് എന്തുണ്ട്? ഒരു ആനുവൽ റിട്ടേൺ ഫയലിംഗ് ഉണ്ട് കേട്ടോ. നോർമൽ GST എടുത്തവർക്ക് വർഷാവസാനം GST അൺലൈൻ ചെയ്യണ്ടേ? അതേമാതിരി കോമ്പോസിഷൻ സ്കീം പ്രകാരം GST എടുത്തവർക്ക് ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ, അതായത് 4 പ്രാവശ്യം CMB 08 ടാക്സ് പേയ്മെന്റ് നടത്തിയ ശേഷം വർഷാവസാനം കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു വാർഷിക റിട്ടേൺ ഫോം ഉണ്ട്. അതിന്റെ പേരാണ് GSTR4. ക്ലിയർ അല്ലേ? GSTR4 എന്ന് പറയും. അത് ചെയ്യേണ്ടത് ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ 30 ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പോ കംപ്ലീറ്റ് ആയ ഇയർ ഏതാണ്? 2024-25 അല്ലേ? ആ ഇയറിന്റെ GSTR4 ചെയ്യേണ്ടത് 2025 ഈ വർഷം ജൂൺ മാസം 30 ആണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഇത് പുതിയൊരു മാറ്റമാണ്. കാരണം GST വന്ന അന്ന് മുതൽ ഈ 8 വർഷവും GSTR4ന്റെ ഡ്യൂ ഡേറ്റ് ശരിക്കും ഏപ്രിൽ മാസം 30 അതായത് ഇയർ എൻഡ് ചെയ്ത് അടുത്ത മാസം 30 ചെയ്യണമായിരുന്നു. ഈ വർഷം മുതൽ മാത്രമാണ് ചേഞ്ച് വരുത്തിയത് കേട്ടോ. ഏപ്രിൽ 30 ജൂൺ 30 മാറ്റി. ക്ലിയർ അല്ലേ? യെസ്. സോ ഈ GSTR4 എന്ന ഫോമിനകത്ത് ടോട്ടൽ 8 ടേബിളാണ് വരുന്നത് കേട്ടോ. നമ്മളെല്ലാ ടേബിളും പഠിക്കും. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. ഇത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ തിയററ്റിക്കലി കണ്ടീഷൻസ് ഒക്കെ പഠിക്കും കേട്ടോ. ഇത് എല്ലാവർക്കും സ്കീം എടുക്കാൻ പറ്റത്തില്ല. 1.5 കോടി ലിമിറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ പഠിക്കും. ക്ലിയർ അല്ലേ? യെസ്. മാത്രമല്ല ഈ സ്കീം എടുത്താൽ കസ്റ്റമറിന് ടാക്സ് മേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, പഠിക്കും. ഓക്കെ. അടുത്ത പഠിക്കേണ്ട പ്രാക്ടിക്കൽ കാര്യം, എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ടാക്സ് ഇൻവോയ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ ഡെബിറ്റ് നോട്ട് നമ്മൾ എപ്പോഴാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അതുപോലെ ക്രെഡിറ്റ് നോട്ട് നമ്മൾ എപ്പോഴാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അതുപോലെ റിവൈസ്ഡ് ഇൻവോയ്സ് എപ്പോ ഇഷ്യൂ ചെയ്യണം. അതുപോലെ സെൽഫ് ഇൻവോയ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെൽഫ് ഇൻവോയ്സ് എപ്പോ ഇഷ്യൂ ചെയ്യണം. അതുപോലെ റിസീപ്റ്റ് വൗച്ചർ, അതിന്റെ ആവശ്യം എന്താണ്. അതുപോലെ പേയ്മെന്റ് വൗച്ചറിന്റെ ആവശ്യം എപ്പോഴാണ്. അതുപോലെ റീഫണ്ട് വൗച്ചറിന്റെ ആവശ്യം എപ്പോഴാണ്. അതുപോലെ ഡെലിവറി ചെല്ലാന്റെ ആവശ്യം എപ്പോഴാണ്. അതുപോലെ eBay ബില്ല് നമ്മൾ പ്രാക്ടിക്കലി പഠിക്കും. അതിന്റെ ജനറേഷനൊക്കെ എങ്ങനെ ചെയ്യാന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അതുപോലെ ഈ ഇൻവോയ്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ. പിന്നെ അതിന് പുറമെ നമുക്ക് പഠിക്കേണ്ടത് അപ്പൊ പ്രധാനമായിട്ടും ഇതാണ് നമ്മളെ പ്രാക്ടിക്കൽ കാര്യം കേട്ടോ. അപ്പൊ ഇത്രയും പ്രാക്ടിക്കൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മുടെ ഈ ക്ലാസ്സിൽ. എന്നാൽ പക്ഷേ ഈ പറയുന്ന പ്രാക്ടിക്കൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കണമെങ്കിൽ കുറച്ച് ബേസ് വേണ്ടേ? കുറച്ച് ബേസിക് ഐഡിയ വേണം അല്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആദ്യം കുറച്ച് തിയററ്റിക്കൽ ബേസ് കൂടെ പഠിപ്പിക്കും. അതായത് പ്രാക്ടിക്കൽ ബേസ്, ഞാൻ അങ്ങനെ വിളിക്കും അതിനെ. കാരണം പ്രാക്ടിക്കൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രാക്ടിക്കൽ ബേസ് വേണം. ഫോർ എക്സാമ്പിൾ ഇപ്പോ എന്താണ് CGST, എന്താണ് SGST, എന്താണ് IGST, അതുപോലെ എന്താണ് ഇന്റർ സ്റ്റേറ്റ്, എന്താണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, അതുപോലെ എന്താണ് ഔട്ട്പുട്ട് GST, അതുപോലെ എന്താണ് ഇൻപുട്ട് GST. ക്ലിയർ അല്ലേ? അതുപോലെ എന്താണ് FCM, എന്താണ് RCM. ക്ലിയർ അല്ലേ? എന്താണ് QRMP സ്കീം. അപ്പൊ അങ്ങനെ കുറച്ച് തിയററ്റിക്കൽ കാര്യങ്ങൾ എന്ത് ചെയ്യാണ്ട് നമുക്ക് ആദ്യം പഠിക്കാനുണ്ട്. ക്ലിയർ അല്ലേ? എന്താണ് സെറ്റ് ഓഫ് ചെയ്യുക, അതൊക്കെ പേയ്മെന്റ് ചെയ്യുന്ന സമയത്തുള്ള ആവശ്യമാണ്, അതൊക്കെ പഠിക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രാക്ടിക്കലി നമുക്ക് ഇവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ അല്ലേ? യെസ്. സോ എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമ്മുടെ കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ കോഴ്സ് ഞാൻ പറഞ്ഞു 10 days ആണ് ക്ലാസ് വരുന്നത്. ഡെയിലി ഈ സെയിം ടൈമിലാണ്. നമ്മുടെ പ്ലാറ്റ്ഫോം ഈ സെയിം പ്ലാറ്റ്ഫോം ആണ്. സൂം എന്ന പ്ലാറ്റ്ഫോം ആണ്. ലൈവ് ആയിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. ഈ ലൈവായിട്ട് പ്രൊവൈഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് വരാം, നിങ്ങൾ ഏതെങ്കിലും ദിവസം ലൈവ് ആ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ റെക്കോർഡിംഗ് ഉണ്ടാകുമോ? ഉറപ്പായിട്ടും പ്രൊവൈഡ് ചെയ്യും. റെക്കോർഡിംഗ് പ്രൊവൈഡ് ചെയ്യും.
ഇനി ഈ റെക്കോർഡ് കാണാമെന്ന് കരുതി നോക്കുമ്പോൾ അതിനെന്തെങ്കിലും ലിമിറ്റ് ഉണ്ടോ? ഇത്ര ദിവസമേ കാണാൻ പറ്റുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾക്കിത് അൺലിമിറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. ക്ലിയർ അല്ലേ? ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. എത്ര വട്ടം വേണോ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണാം, നഷ്ടപ്പെട്ടു പോകത്തില്ല. ഓക്കെ. പിന്നെ ഇവിടെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ റിട്ടേൺ ഫോം എടുത്ത ഇത്ര ഇത്ര ടേബിൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പോയില്ലേ? അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന കോൺസെപ്റ്റ് സഹിതം, എക്സാമ്പിൾ സഹിതം ഞാൻ തയ്യാറാക്കിയ ഒരു GSTയുടെ പ്രാക്ടിക്കൽ PDF നോട്ട് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. അതിനകത്ത് കംപ്ലീറ്റ് കോൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഒരു GSTR 1 എന്ന ഫോം എടുത്തു കഴിഞ്ഞാല് അതിനകത്ത് B2B എന്താണ്, B2C ലാർജ് എന്താണ്, B2C സ്മാൾ എന്താണ്, അതിനകത്ത് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെയുള്ള സപ്ലൈ ഉണ്ട്. അപ്പൊ ആരൊക്കെയാണ് ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്? അതുപോലെ 3B എടുത്തു കഴിഞ്ഞാല് ഈ ഇൻപുട്ട് GST ക്ലെയിം ചെയ്യുന്ന കണ്ടീഷൻസ്, അതുപോലെ ഏതൊക്കെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല, ബ്ലോക്ക്ഡ് ITC സെക്ഷൻ 17(5), അതുപോലെ റിവേഴ്സ് ചാർജ് ബാധകമായ സപ്ലൈ ഏതൊക്കെയാണ്. അപ്പോൾ പ്രാക്ടിക്കലി നമുക്ക് ആവശ്യം വരുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു PDF നോട്ട് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നിങ്ങൾക്ക് അത് വെച്ച് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് കേട്ടോ. ഓക്കെ. പിന്നെ അതിന് പുറമെ നമ്മുടെ ഈ ക്ലാസ്സിൽ നിങ്ങളെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്, ഡെമോ സൈറ്റ് ID പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും കേട്ടോ. സെൽഫായിട്ട് വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ദെൻ അതിന് പുറമെ നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയ ശേഷം സ്വന്തമായിട്ട് വർക്കുകൾ ചെയ്യുമ്പോൾ ഡൗട്ട്സ് ഒക്കെ വരും. ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്, ഡൗട്ട് ക്ലിയറിംഗ് സപ്പോർട്ട് ഒക്കെ ഉണ്ടാകും. ക്ലിയർ അല്ലേ? ഡൗട്ട് ക്ലിയറിംഗ് സപ്പോർട്ട് എന്തായാലും പ്രൊവൈഡ് ചെയ്യും. ഡൗട്ട് ക്ലിയറിംഗ് മാത്രമല്ല, നിങ്ങൾക്ക് വർക്ക് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? യെസ്. നമ്മുടെ ഓഫീസ് ഇവിടെ മലപ്പുറം പെരിന്തൽമണ്ണയിലാണ്. ഇതൊരു ടാക്സ് കൺസൾട്ടൻസി ഓഫീസാണ്. നമ്മളിവിടെ GST, ഇൻകം ടാക്സ്, അക്കൗണ്ട്സ് വർക്കൊക്കെ ചെയ്യുന്ന ഒരു ഓഫീസാണ്. എൻ്റെ ഓഫീസാണ്. അപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ പഠിച്ച ശേഷം നിങ്ങൾ ഇവിടെ വന്നിരുന്ന് ഒരു ദിവസം എൻ്റെ അടുത്തിരുന്ന് ജസ്റ്റ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരാനും സാധിക്കും കേട്ടോ. ഓക്കെ. അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ. ക്ലിയർ. ദെൻ വർക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ഞാൻ ഒരു പോയിന്റ് ആഡ് ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, നിങ്ങൾക്ക് ആവശ്യം വന്നാൽ ഈ കോഴ്സിൽ നിങ്ങൾ ഫീ അടച്ച് ജോയിൻ ചെയ്തു, പഠിച്ചു, എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും, എന്റെ സൈഡിൽ നിന്നല്ല കേട്ടോ, നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, ചെയ്യാൻ പ്രയാസമാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഏൽപ്പിക്കാം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 1 ഇയർ വരെ ഞാൻ എന്ത് ചെയ്യും? ഒരു എക്സ്ട്രാ സർവീസ് ചാർജ് മേടിക്കാതെ ഞാൻ എന്ത് ചെയ്യും? ചെയ്തു തരും കേട്ടോ. 1 ഇയർ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയലിംഗ് ഒക്കെ ഞാൻ ചെയ്തു തരും. അത്തരം സപ്പോർട്ടും ഉണ്ടാകും. അത് ഈ വർക്ക് സപ്പോർട്ടിന് അത്രയും ഗ്യാരണ്ടി പറയുന്നുണ്ടെന്ന് ആ ഒരു കാര്യം പറയുന്നത് കേട്ടോ. ഓക്കെ. അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ ഏൽപ്പിച്ചാൽ മതി, ഞാൻ ചെയ്തു തരും. ഈ 1 ഇയർ ഫ്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 1 ഇയർ സമയമുണ്ട് സെൽഫായിട്ട് ചെയ്യാനുള്ള ഒരു ടൈം കേട്ടോ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. ഓക്കെ. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഇത്രയും കാര്യമാണ് ഇതിൽ വരുന്നത് കേട്ടോ. പിന്നെ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയ ശേഷം കോഴ്സ് സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യും കേട്ടോ. സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. ക്ലിയർ. സോ നമ്മുടെ കോഴ്സിന് ഫീസ് വരിക നമുക്കറിയാം, 3000 ഫീ വരുന്നത് കേട്ടോ. 3000 ഒരു ചെറിയ ഫീ ആണ്. ഈ ഒരു 3000 എന്ന ഫീസിൽ ഇത്രയും കാര്യങ്ങൾ അഡ്വാൻസ് ആയി കൊടുക്കാറില്ല ആരും പൊതുവെ. ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫീ 3000 ആണെന്ന് കരുതിയിട്ട് ക്വാളിറ്റിയിലൊന്നും ഒരു ഇതും ഉണ്ടാവില്ല. അത്രയും അഡ്വാൻസ് ആയി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കംപ്ലീറ്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? യെസ്. സോ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക നാളെയാണ്. നാളെ 3-ാം തീയതിയാണ്, ജൂൺ മാസം 3. നാളെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? നാളെ രാത്രി 9 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. യെസ്. അപ്പോ ഇത്രയുമാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എന്നോട് ചോദിക്കാം ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട്. ദെൻ അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ പേര് എന്ത് ചെയ്യുക? ഇവിടെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം കേട്ടോ. ക്ലിയർ അല്ലേ? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ. സംശയമുള്ളവർക്ക് എന്ത് ചെയ്യാം? എന്നോട് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ. സംശയമുള്ളവർക്ക് ജസ്റ്റ് അൺമ്യൂട്ട് ആക്കി സംസാരിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം.
ജോയിൻ ചെയ്യുന്നു എന്നുള്ളവർ പേര് എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. ഓക്കെ, അവരെ മാത്രമായിരിക്കും ഇവിടുന്ന് കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, മനു ടി ശിവൻ. ഓക്കെ, ഞാൻ പേര് അപ്ഡേറ്റ് ആക്കുന്നുണ്ട്. നാളെ ഇവിടുന്ന് കോണ്ടാക്ട് ചെയ്യും കേട്ടോ. ഓക്കെ, ഫലീൽ അല്ലെ, ഫലീൽ, പേര് അപ്ഡേറ്റ് ആക്കാം. നാളെ ഇവിടുന്ന് കോണ്ടാക്ട് ആക്കും കേട്ടോ. ഓക്കെ, രണ്ട് പേര് മാത്രമാണോ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്? ഓക്കെ, ലതീഷ്. ലതീഷ്, ഞാൻ പേര് എന്താക്കാം, അപ്ഡേറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, മനു ടി ശിവൻ, ഫലീല്, ലതീഷ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം ഇവിടെ പറയേണ്ടത് വെച്ചാല്, ആ, നമ്മുടെ ഫീ വരിക 3000 അല്ലേ ഫീ വരുന്നേ. നിങ്ങൾ നാളത്തേക്ക് കാത്തിരിക്കാതെ ഇന്ന് ഫീ പേയ്മെന്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു ഓഫർ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ട ഗൂഗിൾ പേ ഇതാണ് കേട്ടോ. ഗൂഗിൾ പേ നമ്പർ ഇതാണ്: 8137835422 ആണ്. ഇത് എന്റെ നമ്പറാണ്. പേര് അരവിന്ദ് ആണ് കേട്ടോ. ഇത് സേവ് ആക്കി വെക്കാം. നിങ്ങൾ ജോയിൻ ചെയ്യുന്നു എന്നുള്ളവർ ഇതിലേക്ക് ഇന്ന് ഇപ്പോ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ഓഫർ ഉണ്ട്. വേറൊന്നുമല്ല, നമ്മൾ മുമ്പ് എടുത്ത ബാച്ച് ഉണ്ട്. ഇപ്പം GST നടത്തുന്നത് പോലെ മുമ്പ് നമ്മൾ ഇൻകം ടാക്സ്, അതുപോലെ TDS എന്നിവയുടെ റിട്ടേൺ ഫയലിംഗ് ക്ലാസ് മുമ്പ് എടുത്തിരുന്നു. അതിന്റെ റെക്കോർഡ് വീഡിയോ ഇപ്പൊ അവൈലബിൾ ആണ്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എന്ത് ചെയ്യും, ആ റെക്കോർഡിംഗ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അത് മാത്രമല്ല, UAE VAT, UAE കോർപ്പറേറ്റ് ടാക്സ് എന്നിവയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മുമ്പെടുത്ത ക്ലാസ്സസിന്റെ റെക്കോർഡിങ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? യെസ്. അത് ഇന്ന് ഇപ്പോ പേയ്മെന്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ കേട്ടോ. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റ് ചെയ്ത് ഇന്ന് തന്നെ കൺഫേം ആക്കാൻ. നാളത്തേക്ക് എന്ത് ചെയ്യേണ്ട, കാത്തിരിക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, യെസ്. ഇനി മറ്റെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വോയിസ് പറയാം. ഓക്കെ, ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പം ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് പറഞ്ഞവർ ഒന്ന് എനിക്ക് പേഴ്സണലി ഒന്ന് വാട്സപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ഈ വീഡിയോ റെക്കോർഡിംഗ് ആണ്, ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. സ്റ്റാർട്ടിങ് കാണാത്തവർ എന്ത് ചെയ്താൽ മതി, വീഡിയോ കണ്ടാൽ മതി. ഓക്കെ.